ഹായ് മക്കളെ, CBSE ക്ലാസ് 9 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ നമ്പർ സിസ്റ്റം നാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 പാർട്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയി പിൻ ചെയ്യുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇന്ന് പാർട്ട് 3യിൽ നാം എടുക്കുന്നത് ഇറേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ, കൂടാതെ അതിലെ എക്സർസൈസ് പ്രോബ്ലംസ്, പിന്നീട് ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. ഇത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, ഇറേഷണൽ നമ്പേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ അതിന് എക്സാമ്പിളുകൾ പറഞ്ഞിരുന്നു. √2 5 എക്സാമ്പിൾ ആയി പറഞ്ഞിരുന്നു അല്ലെ. ആ √2ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. നമുക്ക് ഇതിൽ ഒരു സ്ഥലത്തും ഒരു നമ്പറും കൃത്യമായ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് കാണാം. 1.414 എന്ന് തുടങ്ങുന്ന ഈ ഡിജിറ്റ്സുകൾ ഒരേ ക്രമത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4 വേറെ എവിടെയെങ്കിലും 4 വന്നിട്ടുണ്ടാകും, 2 അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ല, ഒരു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇന്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നെക്സ്റ്റ് നമുക്ക് ആ നമ്പറാണ് വരിക എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അങ്ങനെ ഒരു റെപ്പിറ്റീഷൻ ഇവിടെ വരുന്നില്ല എന്ന് കാണാം. കൂടാതെ നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ് ആണ്, കണ്ടല്ലോ. അതുപോലെ പൈയുടെ വാല്യൂ നോക്കുമ്പോഴും അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ്, ഒരു ഡിജിറ്റും റിക്കർ ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോൺ റിക്കറിംഗ്, അതായത് ഇറേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതുപോലെ നോൺ റിക്കറിംഗ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ റേഷണൽ നമ്പേഴ്സിന്റെ പഠിച്ചത്? റേഷണൽ നമ്പേഴ്സ് ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് എന്നാണ് പഠിച്ചത്. ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആയിരിക്കും എന്നാണ് അല്ലെ. ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, കൂടാതെ നോൺ റിക്കറിംഗും നോൺ റിപ്പീറ്റിംഗും ആയിരിക്കും. ഇത്തരം ഡെസിമൽ എക്സ്പാൻഷൻസ് ഉള്ള നമ്പേഴ്സ് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇറേഷണൽ നമ്പർ ആയിട്ട് കണക്കാക്കാം. ക്ലിയർ? എങ്ങനെയാണ് ഇറേഷണൽ നമ്പേഴ്സിനെ നമ്മൾ മുൻപ് മനസ്സിലാക്കിയിരുന്നത്? മുൻപ് സ്ക്വയർ റൂട്ട് ഓഫ് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിന്റെ ആ നാച്ചുറൽ നമ്പർ ഏതാവാൻ പാടില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ പാടില്ല. അത് സ്ക്വയർ റൂട്ട് മാത്രമല്ല, √2 അല്ലെ. എക്സാമ്പിൾ √2, √3, √4 സാധിക്കില്ല, കാരണം 4 is a perfect square. √5, √7 എക്സെട്ര എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. ഇതേപോലെ പൈ ആണ് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. ഇത് സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് മറ്റു ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. ക്ലിയർ? ഇനി നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് ഇറേഷണൽ നമ്പർ ആണ് എന്ന് തിരിച്ചറിയാം. പക്ഷെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടാൽ അത് ഇറേഷണൽ നമ്പർ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗമാണ് അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിക്കറിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ സാധിക്കുമോ? ഈ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം നമുക്ക്. 0.1001100 എക്സെട്ര. നിങ്ങൾ ചോദിക്കുമ്പോ ഇത് 1 റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ 101 ആണോ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല, 1010 പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരേ ഇടവേളകളിൽ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പേഴ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാതെ എഴുതുന്ന ഏത് ഡെസിമൽ എക്സ്പാൻഷനും എന്താണെന്ന് കാണാം, നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറുകളെല്ലാം ഇറേഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് അത് P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പറുകളാണ് നമുക്ക് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ക്വോഷ്യൻ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, P/Q ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? റേഷണൽ നമ്പേഴ്സ് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് 2 റേഷണൽ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു ഇറേഷണൽ നമ്പർ കാണാം എന്ന് നോക്കാം. നോക്കൂ മക്കളെ, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.3യിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Find the different irrational numbers, 3 different irrational numbers between the rational number 5/7 and 9/11 എന്നാണ് ക്വസ്റ്റ്യൻ. 5/7 ഉം 9/11 ഇടയ്ക്ക് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഇറേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം.
നിങ്ങൾക്ക് ഇത് ഡിവിഷൻ ലോങ് ഡിവിഷൻ മെത്തേഡിൽ കാണാൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ട് അവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. നോക്കൂ, 5/7 കാണുമ്പോൾ നമുക്കറിയാം എന്താണ് 0.71428571428 എക്സെട്ര, 85 എക്സെട്ര. 9/11 ആണെങ്കിൽ 0.81 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 81 എക്സെട്ര. നമുക്ക് കാണേണ്ടത് ഇതിന്റെ ഇടയിലുള്ള ഇറേഷണൽ നമ്പർ ആണ്. നോക്കൂ, ഇത് 0.7 ആണ്, ഇത് 0.8 ആണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു നമ്പർ എഴുതിക്കോളൂ നിങ്ങൾ. 0.75 ആയിക്കോട്ടെ, 73 ഏത് വേണമെങ്കിലും എഴുതാം. 75 എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാതെ ഏതെങ്കിലും അക്കങ്ങൾ ഞാൻ 01001 0001 റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിലൊരു നമ്പറും 01 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 00 ആണ് അടുത്തത് വരുന്നത്. ഇത് ഒരു സ്ഥലത്തും ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഇറേഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇടയിലുള്ള ഒരു ഇറേഷണൽ നമ്പർ. രണ്ടാമത്തേത് ഇതുപോലെ നമുക്ക് 0.751 എന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 76 എന്ന് തുടങ്ങാം. ഏത് വേണമെങ്കിലും ആവാം. 0.7 0.82 ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 0.6110001001 എന്തെങ്കിലും എഴുതിക്കോളൂ കേട്ടോ. റിപ്പീറ്റ് ചെയ്യരുത്. ഒരേ ഡിജിറ്റുകൾ ഒരേ ഇടവേളകളിൽ ഇന്റർവെല്ലുകളിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 0.81 ആണ്. അതുകൊണ്ട് 80 നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. 8001 0001 00001. ഇവിടെ ഞാൻ സീറോസിന്റെ എണ്ണം ഒരേ എണ്ണം അല്ല എടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരേ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് എത്ര എണ്ണം ചോദിച്ചാൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഇറേഷണൽ നമ്പേഴ്സ് ഉണ്ട് ഇവരുടെ ഇടയ്ക്ക് അല്ലെ, ബിറ്റ്വീൻ 5/7 and 9/11. അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം. എന്നാൽ റിപ്പീറ്റ് ചെയ്യരുത്, നോൺ ടെർമിനേറ്റിംഗ് ആവണം. ഈ 2 കണ്ടീഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി മക്കളെ. നമുക്കൊന്ന് എക്സസൈസ് 1.3 ഒന്ന് നോക്കാം. അതിലെ നമുക്ക് അറിയില്ലാത്ത പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് നമുക്ക് അറിയുന്നതാണ്. ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനാണ് ചോദ്യം. P/Q ഫോം തന്നിട്ടുണ്ട്, അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനാണ് ചോദ്യം. അതിലെ ഒരെണ്ണം മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. 4 and 1/8 4 and 1/8 എന്നുള്ള ഒരു P/Q ഫോം ആണ് തന്നിരിക്കുന്നത്. ഇത് ആദ്യം മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ ആദ്യം നിങ്ങൾ എങ്ങനെ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും? മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആക്കണം. എന്ത് ചെയ്യും എന്നാണ് നമുക്ക് പഠിച്ചിരിക്കുന്നത്. 4 into 8 plus 1 എന്നാണ് അല്ലേ. +1 divided by 8, that is 33/8 ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാണ് അല്ലേ. 33/8. 33യെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 33യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 4s are 32. then 1 balance 0.10 8 1 time 8 2 നിങ്ങളും ചെയ്യാം. 2 times 16 4 0 18 5 times, that is this is 4.125. ക്ലിയർ? ഇതാണ് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. 4 and 1/8 എന്ന് പറയുന്നത് 4.125. ഇനി പലർക്കും ചിലപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 1/8ന് 0.125 ആണ് എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടാവും. 1/2ന് 0.5, അതിന്റെ ഹാഫ് 1/4ന് 0. ഇതിന്റെ ഹാഫ് 25 അല്ലേ. 1/8ന് ഇതിന്റെയും ഹാഫ്, അതായത് 0.125. ഇത് മിക്കവർക്കും ചിലപ്പോഴൊക്കെ അറിയുന്നതായിരിക്കും അല്ലെ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ 4 ഉണ്ട്, പിന്നെ 0.125 ഉണ്ട്. 4.125 ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡും ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയൊക്കെ 36/100 നിങ്ങൾക്ക് 0.36 സിമ്പിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്, ഓർ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കുക.
Second question, you know that 1 by 7 equal to 0.142857. Can you predict that the decimal expansion of 2 by 7, 3 by 7, 4 by 7, 5 by 7, 6 by 7 are without actually doing the long division? If so, how? എന്നാണ് 1 by 7 അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 by 7 കാണും. 1 by 7 നിങ്ങൾക്ക് അറിയാം 0.142857 ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. 2 by 7 കാണാൻ എന്ത് ചെയ്യണം? 2 by 7 ഈക്വൽ ടു 2 into 1 by 7. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തായിരിക്കും 2 കൊണ്ട് ഈ ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തു. ക്ലിയർ? നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 20ൽ 7 എത്ര ടൈംസ് ആണ്? 20ൽ 7 2 ടൈംസ് അല്ലേ? അതുകൊണ്ട് ഇതില് 2 മുതലാണ് റിപ്പീറ്റ് ചെയ്യുക. അതായത് 0.285714 ഈ ഡിജിറ്റ്സ് തന്നെയാണ്. ഇതാണ് റെപ്പിറ്റേഷൻ വരിക. ക്ലിയർ? ഒന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 2 by 7 മീൻസ് 2നെ 7 കൊണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റിമൈൻഡേഴ്സ് ആയിട്ട് എന്താണ് വരിക? 2ൽ 7 എത്ര ടൈംസ്? ഇല്ല. 20ൽ 7 2 ടൈംസ്, ബാക്കി 6 അങ്ങനെ പോകും അല്ലേ. അതുകൊണ്ട് 20ൽ 7 2 ടൈംസ്, അതുകൊണ്ട് 2ൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് 142857 ഇത് ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലെ സൈക്ലിക് ഓർഡറിൽ. ഇനി ഇത് 2ൽ നിന്ന് ഓർഡറായ ഇങ്ങനെ തുടങ്ങി പിന്നെ ഇവിടേക്ക് ഇതിൽ ഈ രണ്ടെണ്ണം വരും. ക്ലിയർ ആയിട്ട് 3 by 7 ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 30ൽ 7 4 ടൈംസ് ആണ്, അതുകൊണ്ട് 4ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 0.42857 ഈ 1 എഴുതാൻ മറക്കരുത്. ഇതാണ് റെപ്പിറ്റേഷൻ വരിക. അതുപോലെ 4 by 7 ആലോചിച്ച് നോക്കൂ. 40ൽ 7 എത്ര ടൈംസ് ആണ്? 5 ടൈംസ് ആണ്. 0.5 സ്റ്റാർട്ട് ചെയ്യും. 5 സ്റ്റാർട്ട് ചെയ്താൽ 5 7 1428 ഇത് ബാർ ഇടണം. 5 by 7 50ൽ 7 ടൈംസ് ആണ്, അതുകൊണ്ട് 7ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 7 14285 ക്ലിയർ? 6 by 7 എന്തായിരിക്കും? 60ൽ 7 8 ടൈംസ് ആണ്, അതുകൊണ്ട് 8ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 857 ബാർ. ക്ലിയർ? 7 by 8 7 1 ആയിട്ട് വരും. ഇത്രയാണ് നമുക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം P by Q എന്നാണ്. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം P by Q where P and Q are integers and Q not equal to 0. അതായത് നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. അത് P by Q ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞതാണ്. 2 3 എണ്ണം ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത്, express 0.999 etc. in the form P by Q. Are you surprised by your answer with your teacher and classmates? Discuss why the answer makes sense. അതായത് നോക്കൂ മക്കളെ, 0.9999 ഇതിന്റെ P by Q ഫോം ഒന്ന് നമുക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും വരിക? നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങളും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ് P by Q ഫോം? നമ്മൾ x equal to 0.999 അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10x equal to 9.999 etc. This is equation 1, this equation 2. ക്ലിയർ? അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്തു. Equation 1 subtract from equation 2 gives left side subtract ചെയ്യാം. 10x minus x 9x. ലെഫ്റ്റ് സൈഡ് ചെയ്താൽ ഇതിനെ തന്നെ റൈറ്റ് സൈഡും ചെയ്യാം. 9.99 0.999 കുറച്ചാൽ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളത് സെയിം ആണ്, അത് 0 ആയി പോവും.
9 മൈനസ് 0 9 എന്ന് കിട്ടും. അതായത് x ഈക്വൽ ടു 9/9 ഈക്വൽ ടു 1 എന്നാണ്. മക്കളെ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? 0.9999 എക്സെട്ര ഈക്വൽ ടു 1 എന്ന് ആൻസർ വന്നു. ഇതെങ്ങനെയാണ്? ഇതൊരു എന്താണ്? ഇതൊരു നോൺ ടെർമിനേറ്റിംഗ്, ഇതൊരു ഇന്റീജർ ആണ്. ഇന്റീജറിന് ഈക്വൽ ആയിട്ട് എങ്ങനെ വരുന്നു എന്നാണ്. നമ്മള് 9 ആണ് ഇൻഫിനിറ്റ് ആയിട്ട് അത് പോകുന്നതെങ്കിൽ നമ്മൾ ഏതിനോട് 10 ചെയ്യും? അതിന്റെ നെക്സ്റ്റ് ഇന്റീജറിനോട് അടുത്തുകൊണ്ടേയിരിക്കും അത്. അതായത് ഈ നമ്പർ ഏതിനോട് അടുത്തുകൊണ്ടിരിക്കും? 1 എന്ന നമ്പറിനോട് അടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3.99999 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ആയിട്ട് വരിക 4 എന്നാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ 0.999 എക്സെട്ര എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 1ന്റെ അടുത്താണ് എന്നർത്ഥം. ക്ലിയർ? അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Look at the several example of rational expansion in the form p by q, q not equal to 0, where p and q are integers with no common factors other than 1 and having terminating decimal representations. Can you guess what property q must satisfy എന്നാണ് ചോദ്യം. ഇതിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കൺക്ലൂഷനൊക്കെ ടേബിൾ ആയിട്ട് പാർട്ട് 2ൽ ചെയ്തതാണ്. പക്ഷെ അവിടെ ഞാനൊരു ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ആ ക്ലിപ്പിലുള്ള പോയിന്റ് ആണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഞാനത് വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്, അത് മിസ്സായതാണ്. അതിന്റെ പോയിന്റ്സ് ഞാൻ ഇപ്പോഴേ പറയുന്നത് കേട്ടോ. എന്താണ് നമ്മളോട് ചോദ്യം? നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ അവസാനിക്കുന്ന പലതിന്റെയും നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടതാണ് അല്ലെ? 1/4, 0.25, 1/10, 0.1, അങ്ങനെ അനവധി ഡെസിമൽ എക്സ്പാൻഷൻ അവസാനിക്കുന്നത്. 1/8, 0.125, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ p/q ഫോമിന്റെ പ്രത്യേകത? ഇതിന്റെ ക്യൂവിന്റെ പ്രത്യേകത, അതായത് ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ മക്കളെ, ഇതിലെ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ? ടെർമിനേറ്റിംഗ് ആണ്. ഇതിലെ ക്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2വിന്റെ ഫാക്ടർ 2 മാത്രമാണ്. ഇതിന്റെ ഫാക്ടേഴ്സ് ഓഫ് ക്യൂ ഒന്ന് നോക്കിയാൽ, ഫാക്ടേഴ്സ് ഓഫ് ഡിനോമിനേറ്റർ നോക്കിയാൽ ഇതിൽ 2 ആണ്. ഇതിൽ 4 എന്ന് പറയുന്നത് 2 into 2 ആണ് അല്ലെ? അതായത് 2 into 2, അതായത് 2 സ്ക്വയർ എന്ന ഫോമാണ് ഡിനോമിനേറ്റർ. ഫാക്ടേഴ്സ് 2ഉം 2ഉം ആണ്. ക്ലിയർ? 2ഉം 2ഉം ആണ്. ഫാക്ടേഴ്സ് 2 തന്നെയാണ്. ഇതിൽ ഫാക്ടേഴ്സ് 2ഉം 5ഉം ആണ്. ഇതിൽ ഫാക്ടേഴ്സ് 2 മാത്രമാണ്. 2 2 2, അതായത് 2 മാത്രമാണ് ഫാക്ടർ. ക്ലിയർ? ഇതിനെ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ 2 എന്ന ഡിനോമിനേറ്ററിനെ നമുക്ക് 2⁻1 എന്ന് എഴുതാം. 4 എന്ന ഡിനോമിനേറ്ററിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. 10നെ 2⁻1 into 5⁻1 എന്ന് എഴുതാം. 8നെ 2 ക്യൂബ്ഡ് into 5⁻5. വേണമെങ്കിൽ ഇത് into 2 എന്നുള്ളത് 5⁻0 എന്നാക്കാം. അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിന്റെ p/q ഫോമിൽ ക്യൂവിന്റെ ഫാക്ടേഴ്സ് 2, 5ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2ഉം 5ഉം ചേർന്ന്. ക്ലിയർ? അതായത് ആ ഡിനോമിനേറ്റർ q എന്ന് പറയുന്നത് 2⁻m into 5⁻n എന്ന ഫോമായിരിക്കും. ഇവിടെ നോക്കൂ, 2⁻3 into 5⁻0 അല്ലെ? 2 മാത്രമാണെങ്കിൽ 5⁻0, 5 മാത്രമാണെങ്കിൽ 2⁻0. 2⁻0 1 ആണ്, 5⁻0യും 1 ആണ്. അതായത് q എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. q എന്ന് പറയുന്നത് p/qവിൽ q എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും എന്നതാണ് എന്റെ പ്രത്യേകത. ഫാക്ടേഴ്സ് 2ഓ 5ഓ അല്ലാതെ വേറെ ഏത് ഫാക്ടർ കടന്നു വന്നാലും ആ p/q ഫോം, കോഷ്യന്റ് ഫോം ഒരിക്കലും അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എൻഡ് ചെയ്യില്ല. നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 1/3, 1/6. 1/6ൽ 2ഉം 3ഉം ഫാക്ടർ ആണ്. പക്ഷെ 3 അവിടെ വന്നത് കൊണ്ടാണ് നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് പോയത്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്ത്? p/q ഫോം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് പറയാൻ സാധിക്കും അത് നോൺ ടെർമിനേറ്റിംഗ് ആണോ ടെർമിനേറ്റിംഗ് ആണോ എന്ന്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നോക്കൂ,
ഒന്ന് ശ്രദ്ധിക്കൂ. 2 എന്ന് പറയുന്നത് 2⁻1 ആണ്. 1 ആണ് ഇതിലെ ഹൈയസ്റ്റ് പവർ അല്ലേ? ഇവിടെ ഒരു ഡെസിമൽ പൊസിഷനേ ഉള്ളൂ. ഇവിടെ 2 സ്ക്വയർ ആണ്. 2 ആണ് ഹൈയസ്റ്റ് പവർ എന്ന് പറയുന്നത്. ആ 2 ഡെസിമൽ പൊസിഷൻ അല്ലേ? നോക്കൂ, ഇവിടെ 2⁻1 into 5⁻1 1 ആണ് അതിന്റെ അല്ലേ? ഹൈ പവർ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 ഡെസിമൽ പൊസിഷൻ. ഇവിടെ 8 എന്ന് പറയുന്നത് 2 ക്യൂബ്ഡ് 3 ആണ് അതിന്റെ അല്ലെ? എക്സ്പൊണന്റ് 3 ആണ്. അതുകൊണ്ട് അതിന്റെ 3 ഡെസിമൽ പൊസിഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതായത് ഡിനോമിനേറ്റർ എപ്പോഴും 2⁻m into 5⁻n എന്നതായിരിക്കും. കൂടാതെ ഇതിലെ ഏതാണോ ഹയസ്റ്റ് പവർ അത്രയും ഡെസിമൽ പൊസിഷൻ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ അത്രയും പൊസിഷൻ ഡിജിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മനസ്സിലായിരിക്കും എന്ന് വിചാരിച്ച നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 ഡിഫറെന്റ് ഇറേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ. അത് നമ്മൾ ചെയ്തതാണ് 5/7 9/11. അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇറേഷണൽ നമ്പേഴ്സിനെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റേഷണൽ ഓർ ഇറേഷണൽ. √23. √23 is not a perfect square അല്ലേ? അതുകൊണ്ട് അതൊരു ഇറേഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ്, √225 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. √25 എന്ന് പറഞ്ഞാൽ 15 ആണ്. മനസ്സിലായല്ലോ? പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് 225 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് അതെന്താണ്? റേഷണൽ നമ്പർ ആണ്, ഇറേഷണൽ അല്ല. 0.3796 അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്. അതുകൊണ്ട് അതൊരു റേഷണൽ നമ്പർ ആണ്. 7.478478 എക്സെട്ര അത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയതുകൊണ്ട് അത് റേഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ്, 1.101000100001 അവിടെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. കൂടാതെ അത് റിക്കറിംഗ് അല്ല, നോൺ റിക്കറിംഗ് ആണ്. അതുകൊണ്ട് അതൊരു ഇറേഷണൽ നമ്പർ ആണ്. 5th ക്വസ്റ്റ്യൻ ക്ലിയർ. അപ്പൊ എക്സസൈസ് 1.3 ഇത്രയേ ഉള്ളൂ മക്കളെ. നെക്സ്റ്റ് നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിൽ നമുക്ക് ആദ്യം നമ്മളുടെ റിയൽ നമ്പേഴ്സ് ഗ്രൂപ്പിനെ 2 ഗ്രൂപ്പുകളായിട്ടാണ്, 2 കളക്ഷൻ ചേർന്നതാണ് അല്ലെ? റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മള് ഈ റേഷണൽ നമ്പേഴ്സിലെ എല്ലാ പ്രോപ്പർട്ടീസും, ഏതൊക്കെ പ്രോപ്പർട്ടീസ്? കമ്മ്യൂട്ടേറ്റീവ്, ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഇത് മൂന്നും ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു. റേഷണൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പ് ഇതിലുള്ള ഈ സെറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഇറേഷണൽ നമ്പേഴ്സ് ഈ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്. ഇതിലെ 2 ഇറേഷണൽ നമ്പർ ആഡ് ചെയ്താൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് ലോ ബാധിക്കുമോ? അതായത് S1 എന്ന ഇറേഷണൽ നമ്പറും S2 എന്ന ഇറേഷണൽ നമ്പറും ആഡ് ചെയ്താൽ ഇത് തന്നെയാണോ S2 + S1 എന്നുള്ളതാണ്. ഇത് ശരിയാണ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ √2 + √3 തന്നെയാണ് √3 + √2 ആഡ് ചെയ്താലും കിട്ടുക. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലിയർ. അസോസിയേറ്റീവ് ലോ പറയുന്നത് ഏതെങ്കിലും 3 നമ്പേഴ്സ് ഏത് രീതിയിലും ഇതുപോലെ ഇത് മൾട്ടിപ്ലിക്കേഷനും S1 into S2 തന്നെയാണ് S2 into S1 എന്ന് പറയുന്നത്. അപ്പൊ അഡീഷനോ പ്രൊഡക്റ്റ് കണ്ടാലും അത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുപോലെ 3 നമ്പേഴ്സ് S1 S2 S3 S1 + S2 ആഡ് ചെയ്ത് പ്ലസ് S3 ഇത് തന്നെയായിരിക്കും S1 + S2 + S3. ഇതാണ് അസോസിയേറ്റീവ് ലോ. റേഷണൽ നമ്പർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് പ്രൊഡക്ഷനിലും ചെയ്യുന്നുണ്ട്. S1 into S2 into S3 ഏത് വേണമെങ്കിലും, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ലോയും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് S1 into S2 + S3 ഇത് S1 into S2 plus S1 into S3. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ ലോസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് കേട്ടോ.
അതായത് ഇത് മൂന്നും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ആര് ഇറേഷണൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പും ഫോളോ ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റേഷണൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പും ഇറേഷണൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പും, അതായത് റിയൽ നമ്പേഴ്സ് മൊത്തമായിട്ട് ഏത് കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലിയർ? എന്നാൽ ക്ലോഷർ പ്രോപ്പർട്ടി ഇതിലെ എങ്ങനെയാണെന്ന് നോക്കാം. ഏത് രണ്ട് ഇറേഷണൽ നമ്പറും ആഡ് ചെയ്താൽ ഒരു ഇറേഷണൽ നമ്പർ ആയിരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ √2ഉം √5ഉം ആഡ് ചെയ്താൽ ഒരു ഇറേഷണൽ നമ്പർ തന്നെയാണ്. പക്ഷെ അതേസമയം √2ഉം ഞാൻ നെഗറ്റീവ് √2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്കറിയാം സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ, 0 ആണ്. ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണിത്, അല്ലെ? എങ്കിൽ ഇത് 0 ആണ്. അതുകൊണ്ട് ഇതൊരു റേഷണൽ നമ്പർ ആണ്, ഇറേഷണൽ അല്ല, അല്ലെ? ഇത് ഇറേഷണൽ അല്ല. അതായത് രണ്ട് ഇറേഷണൽ ആഡ് ചെയ്തപ്പോ ഒരു റേഷണൽ ആണെന്നത് ഇതുപോലെ ഇതിൽ വരില്ല എന്നർത്ഥം. ഈ ഗ്രൂപ്പിലാണ് വരിക. 0 ഇതിലാണ് വരിക. ഇതിലത്തെ ഒരു നമ്പറാണ് റിസൾട്ട് ആയിട്ട് വന്നത്. ക്ലിയർ? ഇതുപോലെ സബ്ട്രാക്ട് ചെയ്താലും √2 - ചെയ്താലും ഇതിലെ മെമ്പർ അല്ല കിട്ടുക, ഇതിലെയാണ് കിട്ടുക. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്താലും √3 മൾട്ടിപ്ലൈഡ് വിത്ത് √3 എത്രയാണ് ആൻസർ? √3 മൾട്ടിപ്ലൈഡ് വിത്ത് √3 √3 × 3 9. അതായത് 3 ആണ് ആൻസർ. റേഷണൽ ആണ്. രണ്ട് ഇറേഷണൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോ പ്രൊഡക്റ്റ് വന്നത് ഒരു റേഷണൽ നമ്പർ ആണ് മക്കളെ. അതുകൊണ്ട് ഇത് ക്ലോഷർ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനിൽ ഫോളോ ചെയ്യുന്നില്ല. ഇനി കോഷ്യന്റ് എടുക്കുമ്പോഴോ ഡിവിഷൻ എടുക്കുമ്പോൾ നമുക്ക് √3 ഡിവൈഡഡ് ബൈ √3 ഇത് ആൻസർ എത്രയാണ്? 1 ആണ്. 1 എന്ന് പറയുന്ന ഒരു റേഷണൽ നമ്പറാണ്, അല്ലെ? അതായത് ഇതിൽ ഏത് രണ്ടെണ്ണം എടുത്താലും ഇതിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, ഇതിലോ അല്ലെങ്കിൽ ഇതിലോ ഉണ്ടാവും. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഇത് അനുസരിക്കുന്നില്ല എന്നർത്ഥം. നോട്ട് ഒബേ ദ ക്ലോഷർ പ്രോപ്പർട്ടി. ഏത് സെറ്റ്? റേഷണൽ ഗ്രൂപ്പ് നമ്പേഴ്സിന്റെ സെറ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും കൂടി ആഡ് ചെയ്താലോ? എക്സാമ്പിൾ 2 + √3 ഇതൊരു ഇറേഷണൽ ആണ്, അല്ലേ? ഇറേഷണൽ ആണ്. ഒരു റേഷണലും ഒരു ഇറേഷണലും കൂടി ആഡ് ചെയ്താൽ ഇത് ഇറേഷണൽ ആയിരിക്കും. റിസൾട്ട് ഇറേഷണൽ ആയിരിക്കും. ക്ലിയർ? ഇത് റേഷണൽ നമ്പർ ആയിരിക്കും. ഒരു റേഷണലും ഒരു ഇറേഷണലും തമ്മിൽ ആഡ് ചെയ്താൽ ഒരു ഇറേഷണൽ ആയിട്ട് കിട്ടും. ഒരു ഇറേഷണലും മൈനസ് ചെയ്താലും ഇറേഷണൽ ആണ് കിട്ടുക. ഒരു ഇറേഷണലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും റിസൾട്ട് വരുന്നത് 2 × √3. ഇതൊരു ഇറേഷണൽ ആണ്, അല്ലേ? ഒരു ഇറേഷണൽ നമ്പർ ആണ് വരിക. ക്ലിയർ? അതുപോലെ 2/√3 ഇതും ഒരു ഇറേഷണൽ നമ്പർ ആണ് വരിക. ക്ലിയർ? ഇത് ഇറേഷണൽ എന്നാണ് കേട്ടോ, 1 വായിക്കരുത് ആരും. ഇറേഷണൽ അതായത് നമ്മൾ പറയുന്നത് ഏതൊരു റേഷണൽ നമ്പറും ഇറേഷണലും കൂടി ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ നമുക്ക് ആൻസർ റിസൾട്ട് വരുന്നത് ഒരു ഇറേഷണൽ നമ്പർ തന്നെയാണ്. ഇറേഷണൽ ആണ് വരിക. റേഷണലും ഇറേഷണലും ചേർന്നാൽ ഒരു ഇറേഷണൽ ആണ് വരിക എന്നിപ്പോഴും ഓർത്തു വെക്കുക. നമുക്കിത് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മക്കളെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ √x ജോമെട്രിക്കലി ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് √x നീളമുള്ള ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക? √x എന്ന് പറയുന്നതിന്റെ സൈസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അത് നമ്മൾ മുന്നേ പഠിച്ചതല്ലേ, √3 √2 ഒക്കെ പഠിച്ചതല്ലേ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ എന്ന് നിങ്ങൾ ചോദിക്കും. ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നോ? വന്നില്ലെങ്കിൽ വരണം. എന്തുകൊണ്ട് നമ്മൾ √2 √3 √5 പഠിച്ചിട്ട് വീണ്ടും അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു? നമ്മൾ പഠിച്ചത് √2 √3 √5 ഒക്കെ മാത്രമാണ്. അതായത് 2 3 5 ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്നാണ്. പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ ആവാം. ക്ലിയർ? അതൊരു ഡെസിമൽ നമ്പർ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അത് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാനാണ്, നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താനുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് എക്സ് യൂണിറ്റ് വരച്ച് അതിൽ നിന്ന് ഒരു യൂണിറ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് മൊത്തം ഈ സി
എന്ന് പറയുന്നത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചാൽ സെമി സർക്കിൾ വന്നു മുട്ടുന്ന ബിയിൽ പെർപെൻഡിക്കുലർ, ബിയിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ സെമി സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് വരെയുള്ള ഈ ബി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ഉണ്ടല്ലോ, അതാണ് റൂട്ട് എക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് യൂണിറ്റ് ആണോ ഇവിടെ എടുത്തത് സെന്റിമീറ്ററിലാണെങ്കിൽ റൂട്ട് എക്സ് സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇതെങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇതെങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 അല്ലേ, എങ്കിൽ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഇതിന്റെ റേഡിയസ് എക്സ് പ്ലസ് 1/2, അതിന്റെ ഹാഫ്. ക്ലിയർ? എക്സ് പ്ലസ് 1/2. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, സെന്റർ ഇതല്ല കേട്ടോ, സെന്റർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെയുള്ള ഈ റേഡിയസ് ആണ് എക്സ് പ്ലസ് 1/2. അതായത് ഈ റേഡിയസ് ആണ് എക്സ് പ്ലസ് 1/2. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എക്സ് പ്ലസ് 1/2. അതുപോലെ ഈ ദൂരം എത്രയാണ്? ഈ ദൂരം ഇത് മൊത്തം എക്സ് പ്ലസ് 1/2, അതിൽ നിന്ന് 1 കുറച്ചത് എക്സ് പ്ലസ് 1/2 മൈനസ് 1 ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പൊ അത് ഹൈപ്പോട്ടന്യൂസും ഇത് ബേസും ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾ പൈതഗോറസ് തിയറം പ്രകാരം കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് റൂട്ട് എക്സ്. നമ്മൾ ഇവിടെ എക്സ് യൂണിറ്റ് നീളമുള്ള ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു കൊണ്ടിരിക്കട്ടെ. അവിടെ നിന്ന് നമ്മളൊരു 1 യൂണിറ്റും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഞാൻ ബി എന്ന് മാർക്ക് ചെയ്തു, ഇത് എ, ഇത് സി. ഇപ്പൊ മൊത്തം ലൈൻ സെഗ്മെന്റ് എ സി ആണ് അല്ലെ. എ സി ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മൾ സെമി സർക്കിൾ വരയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ. എങ്ങനെയാണ് എ സി ഡയമീറ്റർ ആയിട്ട് സെമി സർക്കിൾ വരയ്ക്കുക? എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും, എന്നാലേ കോമ്പസ് കുത്താൻ പറ്റുള്ളൂ അല്ലെ, സർക്കിൾ വരയ്ക്കാൻ. എങ്ങനെയാണ് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തുക? എ സിയുടെ മിഡ് പോയിന്റ് കണ്ടെത്താൻ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാറുണ്ട് അല്ലെ. എ സിയുടെ ഹാഫിനേക്കാൾ, നോക്കൂ, എ സിയുടെ ഹാഫിനേക്കാൾ കൂടുതൽ നീളം എടുത്തുകൊണ്ട്, ഹാഫിനേക്കാൾ കൂടുതൽ നീളം എടുത്തുകൊണ്ട് മുകളിലും താഴെയോ ഏതെങ്കിലും 2 ആർക്കുകൾ, മുകളിലും താഴെയോ ആവണമെന്നില്ല, മുകളിലും രണ്ടും തന്നെ മുകളിൽ ചെയ്താലും മതി കേട്ടോ. 2 പോയിന്റ് ഉണ്ടെങ്കിലേ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം കൂടി ഒന്ന് അളവ് വ്യത്യാസപ്പെടുത്തിയെടുക്കുക. ആർക്ക് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഒരാർക്കും കൂടി വരയ്ക്കുക. കണ്ടോ? 2 പോയിന്റ് കിട്ടിയാലേ നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ 2 പോയിന്റും ചേർത്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. നമുക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൈൻ സെഗ്മെന്റ്? ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മിഡ് പോയിന്റ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് അടയാളപ്പെടുത്തിയത്. ഈ ആർക്ക് വേണമെങ്കിൽ താഴേക്കും വരയ്ക്കാം, മുകളിലും താഴെയും വരയ്ക്കാം, ഇതൊക്കെ നമ്മുടെ സൗകര്യം. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മള് സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അത് തന്നെയാണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും വരിക അല്ലേ. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും വരിക. ആ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്നു. സർക്കിൾ വേണ്ട, സെമി സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്നു. സെമി സർക്കിൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ ബി എന്ന പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ എക്സ് അവസാനിക്കുന്ന ആ പോയിന്റിൽ ബി, ആ ബിയിൽ നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നിങ്ങൾക്ക് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം. ഞാനിവിടെ സ്കെയിലിൽ നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ഇതിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഈ ലൈനിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരച്ചാലും അവിടെ 90 ഡിഗ്രിയാണ് വരിക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ രീതി ഉപയോഗിക്കരുത്. എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ ആ രീതി ഉപയോഗിച്ചത്. ലൈനിന്റെ ഇപ്പൊ 8, 9 എന്നൊക്കെ എഴുതിയ പോയിന്റ് ഉണ്ടല്ലോ, ആ നീളത്തിലുള്ള ലൈൻ അത് നമ്മുടെ ലൈനോട് ചേർത്ത് വെച്ചാൽ അവിടെ വരുന്നത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ ഞാൻ ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ബി ഡി എന്ന് പറയുന്ന നീളം ഇവിടെ എക്സ് ആണ് എടുത്തതെങ്കിൽ ഇത് റൂട്ട് എക്സ് ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇത് റൂട്ട് 3, ഇവിടെ 3.5 ആണെങ്കിൽ ഇത് റൂട്ട് 3.5, ഇവിടെ 9.3 ആണെങ്കിൽ ഈ എ ബി വരെയുള്ള നീളം 9.3 ആണെങ്കിൽ ഇത് റൂട്ട് 9.3. മനസ്സിലായില്ലേ? ഞാൻ ജനറൽ ആയിട്ട് ഒരെണ്ണം വരച്ചു തന്നതാണ്. ക്ലിയർ? എ ബി എന്ന നീളം എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിന്റെ റൂട്ട് ആയിരിക്കും ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്. ഇനി നിങ്ങൾക്ക് ഇത് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു?
ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറയുന്ന ആ പോയിന്റ് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലെങ്ത് എത്രയാണ് എന്ന് കോമ്പസിൽ അളന്നെടുക്കുന്നു. നമ്മൾ എപ്പോഴും സീറോയിൽ നിന്നാണ് അളവ് തുടങ്ങുന്നത്. നമ്മൾ സീറോയിൽ കോമ്പസ് കുത്തി നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇതേ യൂണിറ്റ് തന്നെയായിരിക്കും ഇവിടെ എത്രയാണോ യൂണിറ്റ് എടുത്തത് ആ യൂണിറ്റ് തന്നെയായിരിക്കണം ഇവിടെ മാർക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് കിട്ടുന്നു. ഈ പോയിന്റ് ആണ് നമ്മുടെ റൂട്ട് എക്സ് എന്ന് പറയുന്ന പോയിന്റ്. 2 അല്ല, 2ന്റെ നെക്സ്റ്റ് ഇപ്പുറത്താണ് എന്റെ റൂട്ട് എക്സ് കിട്ടിയത്. ക്ലിയർ? നിങ്ങൾ എടുക്കുന്ന ലെങ്തിനനുസരിച്ചാണ് ആ റൂട്ട് എക്സ് വരുന്നത്. ക്ലിയർ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൂട്ട് ഓഫ് 9.3 അടയാളപ്പെടുത്താൻ. എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ എക്സ് എന്ന് പറയുന്ന ദൂരം 9.3 എടുക്കുന്നു. വീണ്ടും 1 യൂണിറ്റ്, അതായത് മൊത്തം എ സി എന്ന ലെങ്ത് 10.3 എടുക്കുന്നു. അതിലെ 9.3യിൽ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു. 10.3യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് മിഡ് പോയിന്റ് കണ്ടെത്തുന്നു. മിഡ് പോയിന്റ് കണ്ടെത്തി സെമി സർക്കിൾ യോജിപ്പിക്കുന്നു. അല്ലെ? സെമി സർക്കിൾ വരച്ചതിന് ശേഷം ബിയിൽ പെർപെൻഡിക്കുലർ വരച്ച് ഡി വരെ, അതായത് സെമി സർക്കിൾ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ ബി ഡി എന്ന നീളമാണ് റൂട്ട് 9.3. സീറോയിൽ നിന്ന് ആ റൂട്ട് 9.3 ഇവിടേക്ക് ആക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈനിൽ തന്നെ ഈ ചിത്രം ഉൾപ്പെടുത്താം. ഇവിടെ ഈ ലൈനിൽ ഒരു 10.3 നീളം എടുത്താൽ മതി. അത് ലെഫ്റ്റിലായാലും വിരോധമില്ല. പക്ഷെ റൂട്ട് ആക്കുമ്പോൾ നിങ്ങൾ സീറോയിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ മാത്രം. ഇതിലേക്ക് ചേർത്ത് വരച്ചാലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവണം. എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ എക്സിന് ഏത് വില കൊടുത്താലും 3.5, 4.6, 9.3 ഏത് വില വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂത്രം ചെയ്താൽ ഈ നമ്പർ ലൈനിൽ ഇവിടെ തന്നെ B0 വരത്തക്ക വിധത്തിലെ നിങ്ങൾ മാർക്ക് ചെയ്യുക, പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങോട്ട് കുറച്ചും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ ഇവിടെ എടുത്ത പോയിന്റുകൾ എത്രയാണ് എടുത്തത് അതിവിടെ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത്രയും ദൂരം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് മാർക്ക് ചെയ്താൽ മതി. നോക്കൂ, ഈ പോയിന്റിൽ നിന്നാണ് 0 കൊടുക്കുന്നത്. ഈ പോയിന്റിന് 0 കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? സീറോയിൽ നിന്ന് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ് അങ്ങനെയല്ല. നമുക്ക് ലെഫ്റ്റ് സൈഡ് ആവശ്യമില്ലാത്തതുകൊണ്ട് നെഗറ്റീവ് റൂട്ട് എക്സ് വേണമെങ്കിൽ വരയ്ക്കാം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ 0 എന്നിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദൂരം എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഈ ദൂരം എടുത്ത് ഇവിടേക്ക് കട്ട് ചെയ്തെടുത്താൽ കണ്ടോ, ഈ പോയിന്റ് ആയിരിക്കും റൂട്ട് എക്സ്. 2 ഇവിടെ ഉണ്ട്, അതിന്റെ ഇപ്പുറത്താണ് റൂട്ട് എക്സ്. ഇത്രയും ദൂരം ആർക്കും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ റൂട്ട് എക്സ് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഒന്നുകിൽ എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ റൂട്ട് എക്സ് നമുക്ക് ഇതിൽ തന്നെ നമ്പർ ലൈൻ ഇതിൽ വരച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വരച്ചിട്ട് തുടങ്ങിയാലും മതി. സീറോയിൽ നിന്ന് 1 യൂണിറ്റ് അങ്ങനെ മുന്നോട്ട് അടയാളപ്പെടുത്തുക. സീറോയിൽ നിന്ന് -1, -2, -3 ഇങ്ങനെ അടയാളപ്പെടുത്തുക. നമുക്ക് ആവശ്യമുള്ളത് 9.3 ആണ് ചോദിച്ചെങ്കിൽ സീറോയിൽ നിന്ന് 9.3 ദൂരം ഇങ്ങോട്ട് എടുക്കുക. ലെഫ്റ്റിലേക്ക് അളവെടുക്കുക. -9.3 എടുത്തിട്ട്. ക്ലിയർ? പിന്നെ 0, 1 അങ്ങനെ അങ്ങോട്ട് പോകും. ക്ലിയർ അല്ലേ? നാം ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ആദ്യം നാം ഇറേഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാണ് പരിശോധിച്ചത് അല്ലേ? ആ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ആയിരിക്കും എന്ന് നാം മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് ആയ ഡെസിമൽ നമ്പർ കണ്ടാലും അതൊരു ഇറേഷണൽ നമ്പറാണ് എന്ന് നാം തിരിച്ചറിയണം എന്നതാണ് അല്ലേ? നെക്സ്റ്റ് നാം ചെയ്തത് എക്സസൈസ് 1.3 ആണ്. 1.3യിൽ എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് വന്നത്. ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു അല്ലേ? പിന്നീട് നാം ചെയ്തത് എങ്ങനെയാണ് റൂട്ട് എക്സ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എങ്ങനെ ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യും എന്നതാണ്. ആ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് യൂണിറ്റിൽ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാനും പിന്നെന്താണ്
അത് നമ്മൾ ആ നമ്പർ ലൈനിൽ ആ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ പൊസിഷൻ കണ്ടെത്താനും നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.